ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷ വചനത്തിന്റെ അവസാനത്തെ തിരുവചനം ഈശോ ശിഷ്യന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു: ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കങ്ങളുണ്ടാകും, പീഡനങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിച്ചപ്പം ഞാൻ ഓർത്തു, എങ്ങനെയാണ് കർത്താവ് ഈ ലോകത്തെ കീഴടക്കിയതെന്ന്. നമുക്കറിയാം, കർത്താവ് പറയുന്ന വചനം അത് തെറ്റില്ലാത്തതാണ്. ദൈവവചനത്തിന് ഒരിക്കലും തെറ്റുപറ്റാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, പക്ഷേ ധൈര്യമായിരിക്കുവിൻ, ഞാനിതാ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇങ്ങനെ ഞാൻ ലോകത്തെ കീഴടക്കിയെന്ന് പറയുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഈശോ ഈ ലോകത്തെ കീഴടക്കിയത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമതായിട്ട് കർത്താവ് ഈ ലോകത്തെ കീഴടക്കിയത് ആരെയും വേദനിപ്പിച്ചുകൊണ്ടല്ല, എല്ലാ വേദനയും ഏറ്റെടുത്തുകൊണ്ടാണ്. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ ലോകത്തെ കീഴടക്കിയത് തന്റെ മക്കളിലേക്ക് വന്ന എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ടല്ല, ഒരാളെയും വേദനിപ്പിക്കാതെ സ്വയം വേദനകൾ ഏറ്റെടുത്തുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തെ കീഴടക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സ്വന്തം നാട്ടിലും സ്വന്തം ദേശത്തും ബന്ധുക്കളുടെയും അല്ലാതെ മറ്റൊരിടത്തും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല, അവഗണിക്കപ്പെടുന്നില്ല എന്ന്. ഹല്ലേലൂയ. സ്വന്തം നാട്ടിലും ദേശത്തും ബന്ധുക്കളുടെയും അല്ലാതെ പ്രവാചകൻ ഒരിക്കലും അവഗണിക്കപ്പെടുന്നില്ല എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയെ വേദനിപ്പിച്ച കുറെ ആളുകളുണ്ട്. പക്ഷേ കർത്താവ് ഇവരിൽ ഒരാളെ പോലും വേദനിപ്പിച്ചില്ല. അങ്ങനെ വേദനിപ്പിക്കാതെ സ്വയം വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് ഈ ലോകത്തെ കീഴടക്കുക തന്നെ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധുക്കൾ ഒരിക്കൽ എല്ലാവരും കൂടെ പറഞ്ഞു, ഇതേ ഈശോ എന്ന ആ മനുഷ്യന് നല്ല സുഖമില്ല എന്നാ തോന്നുന്നത്. അതുകൊണ്ട് അവര് കർത്താവിനെ അവരുടെ ദേശത്ത് നിന്നും പുറത്താക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും പ്രിയപ്പെട്ടവര്, അടുത്തുള്ളവര് തള്ളിക്കളഞ്ഞപ്പോൾ, കർത്താവിനെ വേണ്ടെന്ന് വെച്ചപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി വേദനിച്ചു. പക്ഷേ കർത്താവ് ഒരാളെയും വേദനിപ്പിച്ചില്ല. വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് അവരെയും സ്വന്തമാക്കി, അവരെയും കീഴടക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് നമ്മൾ വിശുദ്ധ സുവിശേഷത്തിൽ ഒത്തിരി കാണുന്നുണ്ട്. കർത്താവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ ഈശോയ്ക്ക് സഹിച്ചില്ല, സഹിക്കാൻ പറ്റാത്തത്ര വേദനയായിരുന്നു. 3 വർഷം തൻ്റെ കൂടെ നടന്ന ഒരു ശിഷ്യൻ ഒറ്റുകൊടുക്കുന്നത് കണ്ടപ്പോൾ, ആ ഇന്നയാൾ ഒറ്റുകൊടുക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഈശോയുടെ ചങ്ക് പൊട്ടിപ്പോകുന്ന പോലെയുള്ള വേദനയുണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ഇതറിഞ്ഞിട്ടും കർത്താവ് ഒരു കാരണവശാലും യൂദാസിനെയും വേദനിപ്പിച്ചില്ല. കർത്താവ് പറഞ്ഞു, യൂദാസൻ, നിനക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് ചെയ്തോ, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്തോ എന്ന്. പ്രിയപ്പെട്ടവരെ, സ്വന്തം ശിഷ്യൻ ഒറ്റുകൊടുക്കുന്ന ആ വേദനയും ഈശോ ജീവിതത്തിൽ ഏറ്റു സ്വീകരിച്ചു. ഒരു കാരണവശാലും മറ്റുള്ളവരെ, ശിഷ്യനെ വേദനിപ്പിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തില്, എന്റെയോ നമ്മുടെയോ ഒരു ജീവിതത്തില് ഒരു വേദന ഉണ്ടായാല്, ഏറ്റവും അടുത്തിരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാൾ വേദനിപ്പിച്ചാല് നമുക്ക് സഹിക്കല. ഇങ്ങോട്ട് എന്തോരം ശക്തിയിൽ വേദനിപ്പിച്ചോ, 10 മടങ്ങ് ശക്തിയിൽ അങ്ങോട്ട് വേദന കൊടുത്തെങ്കിലേ, വേദനിപ്പിച്ചെങ്കിലേ നമുക്കൊക്കെ ആശ്വാസമാകുള്ളൂ. നമ്മുടെ വിചാരം അങ്ങനെയാണ് മറ്റുള്ളവരെ കീഴടക്കുന്നതെന്നാണ്. എന്നെ അടിച്ചാല് ഇരട്ടിയടി തിരിച്ചു കൊടുത്താലേ അവരെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ, കീഴടക്കാൻ പറ്റുള്ളൂ എന്നാണ്
എൻ്റെയും നമ്മുടെയും ചിന്ത. കർത്താവിയുടെ വേദനിപ്പിക്കാതെ തന്നെ വേദന ഏറ്റെടുത്തുകൊണ്ട് സകലരെയും ഈ ലോകത്തെ കീഴടക്കുന്ന ചിത്രമാണ് ഈ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് തള്ളിപ്പറഞ്ഞു. ആ സമയത്തും കർത്താവിന് വേദനിച്ചു. ഈശോ പത്രോസിന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി. എല്ലാ സങ്കടവും വെച്ചുകൊണ്ട്, എല്ലാ വേദനയോടും കൂടി, വിഷമത്തോടും കൂടി പത്രോസിനെ ഒന്ന് നോക്കി. അതല്ലാതെ ഒന്നും ചെയ്തില്ല. ഒരു വാക്ക് പോലും അവിടെ വെച്ച് പറഞ്ഞില്ല. എന്നാലും പത്രോസൻ, നീ എന്നെ ഇങ്ങനെ ചെയ്തില്ലേ എന്ന്, എന്നെ ഇങ്ങനെ ക്രൂരമായ വിധത്തിൽ തള്ളിപ്പറഞ്ഞില്ലേ എന്ന്. ഇവിടെ കർത്താവ് ഒരു കാരണവശാലും പത്രോസിനെയും ശകാരിച്ചില്ല. അങ്ങനെ വേദനിപ്പിക്കാതെ, വേദന ഏറ്റെടുത്തുകൊണ്ട്, ശകാരിക്കാതെ ഒരു നോട്ടത്തിലൂടെ പത്രോസിനെ കർത്താവ് അവിടെ വെച്ച് കീഴടക്കുകയായിരുന്നു. വലതുകരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ പടയാളികൾ ക്രൂരമായി അടിച്ചു. ഒരടി പോലും തിരിച്ചു കൊടുത്തില്ല. എല്ലാ തരത്തിലും പരിഹസിച്ചു. അങ്ങോട്ടൊരു പരിഹാസ വാക്ക് പോലും പറഞ്ഞില്ല. പറ്റാവുന്ന വിധത്തിലൊക്കെ വേദനിപ്പിച്ചു. എന്നിട്ടും ഒന്നും ചെയ്തില്ല. അങ്ങനെ എല്ലാ വേദനയും ഏറ്റെടുത്തുകൊണ്ട്, ഒരാളെ പോലും വേദനിപ്പിക്കാതെ കർത്താവ് അവിടെയുള്ള സകലരെയും കീഴടക്കി. അതുകൊണ്ടാണ് ഈശോ ഈ വചനത്തിൽ പറഞ്ഞത്, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും, പീഡനങ്ങൾ ഉണ്ടാകും, പക്ഷേ ധൈര്യമായിരിക്കുവിൻ, ഞാനിതാ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, ജയിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ദിവസം ഒരു പ്രായമായ അമ്മാമ്മ വന്ന് കുറേ സങ്കടം പറഞ്ഞു. വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു. എന്താന്ന് ചോദിച്ചു പറഞ്ഞു, മകൻ്റെയും മരുമകളുടെയും ഉപദ്രവം കാരണം, വേദനിപ്പിക്കൽ കാരണം ജീവിക്കാൻ പറ്റുന്നില്ല. എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൂ. ചിലപ്പോഴൊക്കെ ആത്മഹത്യ ചെയ്യാനും തോന്നി. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അച്ഛനറിയാവോ, ഞാൻ എന്തോരം കഷ്ടപ്പെട്ട എൻ്റെ മകനെ വളർത്തിക്കൊണ്ടുവന്നതെന്ന്. ഇല്ലായ്മയിലും സങ്കടത്തിലും വേദനയിലും പട്ടിണിയിലും ഒക്കെയാണ് എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തിയത്. അവൻ ഇങ്ങനെ വലുതായി കഴിഞ്ഞപ്പം ഇപ്പോൾ ഇതാ എന്നെ വേണ്ട. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേൾക്കാം, ഈ തള്ള ചാകുന്നില്ലല്ലോ, എന്തേ ഇത് ഇത്ര നാളായിട്ട് ഇരിക്കുന്നേ, കർത്താവ് ഇതിനെ മാത്രം കാണുന്നില്ലേ, സ്വർഗത്തിലേക്ക് എന്നെ എടുക്കാത്ത എന്ന് ചോദിച്ച്. ഇത് കേട്ട് കേട്ട് വിഷമവും സങ്കടവും നിരാശയും തന്നെയായി. പ്രിയപ്പെട്ടവരെ, ഈശോ വേദനിപ്പിച്ചുകൊണ്ടല്ല ലോകത്തെ കീഴടക്കിയത്. എല്ലാ വേദനയും ഏറ്റെടുത്തുകൊണ്ടാണ്. എന്നിട്ട് അമ്മ പറഞ്ഞു, എന്നാലും എൻ്റെ മക്കളെ ഞാൻ ശപിക്കുകയില്ല കേട്ടോ, അവനെ ഞാൻ ശപിക്കുകയില്ല. കാരണം അത്രമാത്രം ഞാൻ എൻ്റെ മകനെ സ്നേഹിച്ചു പോയി. ഇനി എനിക്ക് അവനെ ശപിക്കാൻ പറ്റിയല്ല. എന്നെ എന്തോരം വേദനിപ്പിച്ചാലും എന്തോരം ദുഃഖിപ്പിച്ചാലും എനിക്ക് അവനെ ശപിക്കാൻ പറ്റിയല്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിനും ഒരാളെയും ശപിക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് യൂദാസിനെ ശപിക്കാതിരുന്നത്, പത്രോസിനെ ശപിക്കാതിരുന്നത്. വേദനിപ്പിച്ച എല്ലാവരോടും കർത്താവ് ക്ഷമിച്ചത്, ഒരാളെയും വേദനിപ്പിക്കാതിരുന്നത്. ഈശോയ്ക്ക് ഒരാളെയും ശപിക്കാൻ സാധിക്കില്ല. സകല വേദനയും ഏറ്റെടുത്തു. അങ്ങനെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട്, വേദനകൾ സ്വന്തമാക്കിക്കൊണ്ട്, ഒരാളെയും വേദനിപ്പിക്കാതെ കർത്താവിത ഈ ലോകത്തെ കീഴടക്കുന്നു, സകല വ്യക്തികളെയും കീഴടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരറിയിപ്പുണ്ട്. പാടൂക്കാട് നിന്നും വന്ന എലവത്തിങ്കൽ പൗലോസ് ഓഫീസിൻ്റെ അടുത്തേക്ക് ചെല്ലുക. പാടൂക്കാട് നിന്നും വന്നിട്ടുള്ള എലവത്തിങ്കൽ പൗലോസ് നമ്മുടെ ആൾത്താരയുടെ തൊട്ടുപുറകിലെ ഓഫീസിലേക്ക് ചെല്ലാനായിട്ട് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്നാമതായിട്ട് കർത്താവ് ഈ ലോകത്തെ കീഴടക്കിയത്, ഈ ലോകത്തെ ജയിച്ചത് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടാണ്. ഒരാളെയും വേദനിപ്പിക്കാതെ എല്ലാ വേദനയും ഏറ്റെടുത്തുകൊണ്ടാണ് ഒന്നാമതായി കർത്താവ് ഈ ലോകത്തെ കീഴടക്കിയത്.
വലതുകരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും കർത്താവ് ഈ ലോകത്തെ കീഴടക്കിയത് അധികാരി ആയിക്കൊണ്ടല്ല, എല്ലാ അധികാരങ്ങളും വിട്ടുപേക്ഷിച്ചുകൊണ്ടാണ്. ഒരു ചെറിയ അധികാര സ്ഥാനം പോലും മോഹിച്ചിട്ടോ അധികാര സ്ഥാനമെങ്കിലും കൈക്കലാക്കിക്കൊണ്ടോ അല്ല, സകല അധികാരങ്ങളും വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈശോ ഈ ലോകത്തെ കീഴടക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം ഇന്നത്തെ കാലത്തിൻ്റെ ഈ ലോകത്തിൻ്റെ പ്രവണത അതല്ല എന്ന്. ഏതെങ്കിലും ഒരു അധികാരത്തിൽ ഇരുന്നെങ്കിലേ ബാക്കിയുള്ളവരെ അടക്കി ഭരിക്കാൻ പറ്റുകയുള്ളൂ, ബാക്കിയുള്ളവരെ കീഴടക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത. അലക്സാണ്ടർ ചക്രവർത്തിയെ നമുക്കറിയാം. ലോകം മുഴുവൻ കീഴടക്കാനുള്ള വ്യഗ്രതയോടുകൂടി ഓടിപ്പാഞ്ഞു നടന്നു. അദ്ദേഹം അറിവുള്ളതും കേട്ടിട്ടുള്ളതുമായ സകലമാന ലോകരാജ്യങ്ങളിലേക്കും ചെന്നു, അവരെയൊക്കെ കീഴടക്കുകയും ചെയ്തു. പക്ഷേ ഈ മനുഷ്യനെ കീഴ്പ്പെടുത്തിയത് എന്നതാ വെറും ഒരു ജലദോഷ പനി. എന്ത് കഷ്ടമല്ലേ ഓർത്തു നോക്കിയാൽ. ലോകത്തെ മുഴുവൻ കീഴടക്കാനായിട്ട് അധികാര സ്ഥാനത്തിരുന്ന് വാളും പരിചയും തോക്കും കുന്തവും പീരങ്കിയുമായിട്ട് ഓടിപ്പടഞ്ഞു നടന്ന ആ മനുഷ്യനെ കീഴ്പ്പെട്ടത് എന്നതാ വെറും ഒരു ജലദോഷ